പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് അക്ഷരം തെറ്റാതെ പറയാം, നമ്മുടെ ഉമ്മൻചാണ്ടി സാറാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവെന്ന്. എന്തായിരുന്നു ഉമ്മൻചാണ്ടി സാറിന് വിഴിഞ്ഞം പദ്ധതിയിലുള്ള റോളെന്ന് നോക്കാം. 2015 ഉമ്മൻചാണ്ടി സാറ് കരാറ് ഒപ്പിട്ട് അതിൻ്റെ നിർമ്മാണ ചുമതല അദാനിയെ ഏൽപ്പിക്കുന്നു. 2019 പൂർത്തീകരിക്കേണ്ട പദ്ധതി അദാനി 10 വർഷമെടുത്ത് ഇപ്പോൾ ഈ 2025 പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ക്രെഡിറ്റാണ് എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അല്ലെങ്കിൽ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെയൊക്കെ വന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ തട്ടിയെടുത്തത്. ശരിക്കും അവർക്ക് കേരളയിലെ ഒരു ക്രെഡിറ്റ് ഉണ്ട്, പക്ഷെ അത് അവർ മനഃപൂർവ്വം മറക്കുകയാണോ എന്നറിയില്ല. ശരിക്കും വിഴിഞ്ഞം പദ്ധതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളൊരു റോളെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുള്ള റോളെന്ന് വെച്ചാൽ 2016 അഴിമതി ആരോപണം ഉന്നയിച്ച് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് ശരിക്കും പിണറായി വിജയന് വിഴിഞ്ഞം പദ്ധതിയിലുള്ളൊരു റോളെന്ന് പറയുന്നത്. അവരന്വേഷണം നടത്തി, പക്ഷേ അന്വേഷണത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തെളിവുകളും അവർക്ക് ലഭിച്ചില്ല. ഉമ്മൻചാണ്ടിക്ക് ഒരു നിയമക്കുരുക്കുകളും നേരിടേണ്ടി വന്നില്ല. ഈ വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ആരുടെയും തറവാട് സ്വത്വമൊന്നുമല്ല. പിണറായി വിജയൻ ക്ഷണിച്ചില്ല എന്ന് കരുതി പോവാതിരിക്കേണ്ട കാര്യമൊന്നും നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിരുന്നില്ല. എന്തായാലും അദ്ദേഹം പോവാതിരുന്നത് നന്നായി. എന്നാൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. അവരെന്തായാലും തട്ടിയെടുത്തൊരു ക്രെഡിറ്റാണ്. ക്രെഡിറ്റ് അവർ സ്വയം വിചാരിക്കുന്നത് നമ്മളെ ജനങ്ങൾ അവർക്ക് ഒരു ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞു എന്നാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും വിഴിഞ്ഞം പദ്ധതിയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. ഇന്നത്തെ വിഴിഞ്ഞം പദ്ധതി കമ്മീഷൻ ചെയ്യുന്ന ഒരു പ്രസംഗത്തിൽ ശരിക്കും പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത് അങ്ങനെ ഇതും നമ്മൾ നേടി എന്ന് പറയുന്നതിന് പകരം അങ്ങനെ ഇതിൻ്റെ ക്രെഡിറ്റും നമ്മൾ തട്ടിയെടുത്തു എന്ന് പറയുന്നതായിരുന്നു. ശരിക്കും ഈ ഒരു വിഴിഞ്ഞം പദ്ധതി ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിൽ LDFന് കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് നരേന്ദ്രമോദിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് ഇരുന്ന് നല്ല സൗഹൃദ സംഭാഷണമൊക്കെ പറഞ്ഞ് പിണറായി വിജയനും കൂടി ഇരിക്കുന്ന സദസ്സിൽ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചൊക്കെ അവിടെ ഒരു പൊളിറ്റിക്സ് സ്റ്റണ്ട് നടന്നത്. അത് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഈ വരാനിരിക്കുന്ന ഇലക്ഷനിൽ വലിയൊരു തലവേദന തന്നെയായിരിക്കും, ഒരു സംശയവും ഇല്ല. പിന്നെ എല്ലാ പാർട്ടിക്കാരും, ഒരു പാർട്ടിയിലും വിശ്വസിക്കാത്ത ആൾക്കാരും, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.